യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരിൽ 12 പേരിൽ ഒരുവൻ യോഹന്നാൻ. അവനെപ്പോഴും യേശുവിൻ്റെ കൂടെ യേശുവിൻ്റെ മാർവിൽ ചാരിക്കിടക്കുമായിരുന്നു. അതെത്ര വലിയ ആനന്ദമാണ്, എത്ര വലിയ സൗഭാഗ്യമാണ്. യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരിൽ യോഹന്നാൻ വ്യത്യസ്തനായിരുന്നു. 12 പേർ മാത്രമല്ലല്ലോ, എത്രയോ ആയിരങ്ങൾ യേശുവിനോട് കൂടെ നടന്നു. എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായ യോഹന്നാൻ യേശുവിൻ്റെ മാർവിൽ ചാരിക്കിടന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകളെല്ലാം മറക്കുന്നത്, മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നത് യേശുവിൻ്റെ മാറിൽ ചാരിക്കിടക്കുമ്പോഴാണ്. അക്ഷരികമായി ഇന്ന് പകൽ യേശു നമ്മോട് കൂടെ ഇല്ലെങ്കിലും ആത്മാവിൽ നിങ്ങളെല്ലാവരും അവനോട് കൂടെ നടക്കുന്നവരാണ്. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യത്തിന് മുൻപിലാണ്. അങ്ങനെ ഒരു അനുഭവം തരാൻ വചനത്തിന് ഇന്നലകളിൽ സാധിച്ചു. ഇന്ന് പകലും വചനത്തിന് ശക്തിയുണ്ട്. ജീവനുള്ള അനുഭവം തരാൻ, സന്തോഷിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, സാന്നിധ്യം പകരാൻ വചനത്തിന് ശക്തിയുണ്ട്. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ മലമുകളിൽ കയറിപ്പോകുമ്പോൾ ശിഷ്യന്മാരിൽ 12 പേരിൽ 3 വരെ വിശേഷാൽ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഒരിക്കൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു രൂപാന്തരപ്പെട്ടു. പത്രോസ് പറഞ്ഞു, കർത്താവേ, 3 കുടിലുണ്ടാകട്ടെ, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അത്ര വലിയ സാന്നിധ്യമാണ് അവർ അനുഭവിച്ചത്. കൃപയുള്ളവൻ്റെ കൂടെ ഒരു യാത്ര, കൃപമേൽ കൃപ പകർന്നുകൊണ്ട്, സാന്നിധ്യം പകർന്നുകൊണ്ടുള്ള ഒരു യാത്ര. പ്രിയപ്പെട്ടവരെ, അത് വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ യേശു ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള സമയം വന്നു. ഗെത്സമനിയിൽ വെച്ച് ശിഷ്യന്മാർ ചിതറിപ്പോയി. പിന്നീട് യഹൂദന്മാരെ പേടിച്ചവർ ഭയപ്പെട്ട് ഒരു മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. മാർവിൽ ചാരിക്കിടന്ന യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ, ഉഗ്രവിഷമുള്ള ജന്തുക്കൾ പാർക്കുന്ന പത്മോസിൽ ഒറ്റയ്ക്ക്, ആരുമില്ല കൂടെ, ഒറ്റയ്ക്ക് ആത്മാവിൽ നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ കൃപയുള്ളവൻ്റെ കൂടെ നടന്നവൻ ഇന്നൊറ്റയ്ക്ക് നിൽക്കുകയാ. കൃപയുള്ള ഒരാൾ എന്നും നമുക്കൊരനുഗ്രഹമാണ്. കൂടെ നടക്കാൻ കൃപയുള്ള ഒരാളുണ്ടെങ്കിൽ, നിങ്ങളോട് കൂടെ അങ്ങനെ ഒരാളുണ്ട്, നിങ്ങളുടെ സഭയിലുണ്ട്. കൃപയുള്ള ആൾ, അതൊരനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് പകലൊരു സന്ദേശമുണ്ട്. അങ്ങനെ കൃപയുള്ള ഒരാൾ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് ചിന്തിക്കരുത്. യേശു എപ്പോഴും അക്ഷരികമായി അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു. ആദ്യ സമയങ്ങളിൽ ചിതറിപ്പോകേണ്ടി വന്നു, ഭയപ്പെട്ട് ഒളിക്കേണ്ടി വന്നു. എന്നാൽ അവർക്ക് മനസ്സിലായി, യേശുവിനെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവത്തോട് യാചിച്ചു, അവർ കൃപ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് പകൽ കൃപയുള്ളവൻ്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിയണം. ഇന്ന് നിങ്ങളുടെ കൂടെ നടക്കുന്നവരെല്ലാം നിങ്ങളെ വിട്ടു പിരിയുന്നൊരു സമയം വരും. അന്ന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ, തകർന്നു പോകാതിരിക്കാൻ നിങ്ങൾ കൃപ പ്രാപിക്കണം. നിങ്ങൾ കൃപയുള്ളവരാകണം. നിങ്ങൾ കൃപ പ്രാപിക്കണം. പത്മോസിന്റെ ഏകാന്തതയിൽ കൂടെ ആരാധിക്കാൻ ആരുമില്ല, ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എങ്കിലും യോഹന്നാൻ വീണ് കിടക്കുന്നില്ല, ആത്മാവിൽ നിറയുകയാണ്. അതെ, നിങ്ങൾ കൃപ പ്രാപിക്കണം. ഇത് കൃപ പ്രാപിക്കാനുള്ള സമയമാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.